നമസ്കാരം. മലങ്കര ഓർത്തഡോക്സ് സഭ തിരുവനന്തപുരം ഭദ്രാസനത്തിലെ ആയൂർ സെന്റ് മേരീസ് പള്ളി വികാരിയായ നമ്മുടെ ഉമ്മനച്ചനെ ഇനിയും സംരക്ഷിക്കുന്നത് ആരാണ്? വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ താൽക്കാലിക നടപടിയായി സസ്പെൻഷൻ സ്വീകരിച്ചപ്പോൾ തന്നെ ഈ കത്തനാർ തെറ്റുകാരൻ തന്നെ എന്ന് ഉറപ്പിച്ചതാണ്. ഇപ്പോൾ ഭദ്രാസനത്തിന്റെ ചുമതല വഹിക്കുന്ന കാതോലിക്ക ബാവയ്ക്ക് ബോധ്യമായിട്ടും എന്തുകൊണ്ട് എല്ലാ ചുമതലകളിൽ നിന്നും മാറ്റി നിർത്തുന്നില്ല? ഇത് ഞാൻ ചോദിക്കുന്നതല്ല, ആയൂർ പള്ളിക്കാർ മാത്രമല്ല സഭാവിശ്വാസികൾ മുഴുവൻ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഒരു ഇടവകയ്ക്ക് മാതൃകയായിട്ട് വരും തലമുറയെ മാതൃകാപരമായി വാർത്തെടുക്കേണ്ട ഈ വൈദികൻ തന്റെ ധാർമ്മിക മൂല്യങ്ങൾ തൂത്തെറിഞ്ഞ് തന്റെ കുടുംബത്തെയും ഇടവകയെയും വഞ്ചിച്ചതിന് ഇപ്പോൾ ശിക്ഷ ലഭിച്ച ഇത് വെറും ഒരു നടപടിയിൽ മാത്രം സഭ ഒതുക്കരുതെന്നാണ് വിശ്വാസികൾ മുഴുവൻ അഭിപ്രായപ്പെടുന്നത്. ഈ ഉമ്മനച്ചൻ ബാവ തിരുമേനിയുടെ ഭദ്രാസന കൗൺസിൽ അഥവാ ഉപദേശക സമിതിയിലെ ഒരു പ്രധാനപ്പെട്ട സീനിയർ വൈദികനാണ്. ചെറിയൊരു ഇടവക ഭരണത്തിൽ നിന്നും തെറ്റുകാരനായി ബോധ്യമായതിനെ തുടർന്ന് മാറ്റി നിർത്തിയെങ്കിൽ എന്തുകൊണ്ട് ഭദ്രാസന ഭരണസമിതിയിൽ നിന്നും മാറ്റി നിർത്തുന്നില്ല? ആ ചോദ്യമാണ് ഇവിടെ ഉയരുന്നത്. വീടിന് കൊള്ളാത്തവൻ നാടിന് കൊള്ളാമോ? ആദ്യം വീട് നന്നായി നോക്ക്, പിന്നെ നാട് ഭരിക്കാം എന്നല്ലേ പറയുന്നത്? എല്ലാ ചുമതലകളിൽ നിന്നും മാറ്റി നിർത്തി സഭ മാതൃക കാണിക്കണം. ഇദ്ദേഹത്തിന്റെ അശ്ലീല സംഭാഷണം മൂലം 4 കുടുംബങ്ങളിലാണ്, 1-2 4 കുടുംബങ്ങളിലാണ് അസ്വസ്ഥത ഉണ്ടാക്കിയത്. തൊട്ടടുത്ത ഭദ്രാസനത്തിലെ കിഴക്കൻ മേഖലയിലെ ഒരു ഇടവകയിലെ പ്രായത്തിൽ കവിഞ്ഞ വീട്ടമ്മയോട് ഇങ്ങനെ സംസാരിച്ചെങ്കിൽ ശുശ്രൂഷ ചെയ്യുന്ന ഇടവകയിലെ വീട്ടമ്മമാരോട് എങ്ങനെയായിരിക്കും ഇദ്ദേഹത്തിന്റെ സമീപനം? ചിന്തിക്കാവുന്നതേ ഉള്ളൂ. ഒരു യുവ വൈദികന്റെ ബന്ധുവീട്ടിലാണ് ഉമ്മച്ചൻ ബോംബിട്ടത്. ഒരു പൂ ചോദിച്ചപ്പോൾ ഒരു പൂന്തോട്ടം തന്നെ കൊടുത്ത് മാതൃകയെ കാട്ടിയ ആ വീട്ടമ്മ പത്മപുരസ്കാരത്തിന് അർഹതയുണ്ട്. അവരെ പറഞ്ഞ് പ്രലോഭിപ്പിച്ച് ഇത്തരണത്തിൽ ഒരു ദാനശീലയാക്കിയ ഈ വൈദികനെ സമാധാനത്തിന്റെ അപ്പോസ്തലനായി സഭ പ്രഖ്യാപിക്കണം. ഇദ്ദേഹം കഴിഞ്ഞ ദിവസം പള്ളിയിൽ വന്ന് ഇടവകക്കാരോട് ഒരു പ്രഖ്യാപനം അങ്ങ് നടത്തി. ഞാനാണ് ഈ ഇടവകയിലെ വികാരി, എന്നെ സഭ മാറ്റിയിട്ടില്ല, സസ്പെൻഡ് ചെയ്തിട്ടില്ല, 2 ആഴ്ച അവധി എടുത്തു എന്ന് മാത്രം. ഞാൻ തെറ്റുകാരനല്ല, പ്രചരിക്കുന്ന വോയിസ് എന്റേതല്ല, AI ആണ്. ഇടവക മാനേജിംഗ് കമ്മിറ്റിയും ഇടവകക്കാരും എന്റെ പിന്നിൽ ഒറ്റക്കെട്ടാണ് എന്നൊക്കെയാണ് വീമ്പിളക്കിയത്. അപ്പോഴാണ് ഇടവകക്കാർ ചോദിച്ചത്, സഭ ഇദ്ദേഹത്തെ സംരക്ഷിക്കുവാണോ എന്ന്. ഇദ്ദേഹം പറയുന്ന വോയിസ് ക്ലിപ്പ് AI ആണെങ്കിൽ അത് തെളിയിക്കാനുള്ള ബാധ്യത ഈ വൈദികനുള്ളതാണ്, ഈ വൈദികന് മാത്രമുള്ളതാണ്. അത് തെളിയിക്കുന്നത് വരെ എല്ലാ ചുമതലകളിൽ നിന്നും സ്വയം മാറി നിൽക്കണം, ഇല്ലെങ്കിൽ സഭ മാറ്റി നിർത്തണം. അഗ്നിശുദ്ധി വരുത്തി ശുശ്രൂഷയിൽ പ്രവേശിക്കുന്നതാണ് നല്ലത്. അല്ലാതെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ 2 ആഴ്ച കഴിഞ്ഞ് വീണ്ടും വികാരിയായി ആയൂർ പള്ളിയിലെ ശുശ്രൂഷയിൽ പ്രവേശിച്ചാൽ ആ പള്ളിയിൽ ഇല്ലാത്ത പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകും. ഇതുവരെ ഇല്ലാത്ത പ്രശ്നങ്ങൾ എല്ലാം ഉണ്ടാകും. ഞങ്ങളുടെ വീടുകളിൽ ഇനിയുള്ള ഇങ്ങനെയുള്ള ഒരു വൈദികൻ പ്രാർത്ഥനയ്ക്ക് വരണ്ട, ഇങ്ങനെയുള്ള ഒരു വൈദികനെ വികാരിയായി വേണ്ട എന്നാണ് ഇപ്പോൾ തന്നെ ഇടവകക്കാർ ആണയിട്ട് പറയുന്നത്. അതുകൊണ്ട് സഭാ നേതൃത്വം ഇദ്ദേഹത്തെ എല്ലാ ചുമതലകളിൽ നിന്നും മാറ്റി നിർത്തി അഗ്നിശുദ്ധി വരുത്തി തിരിച്ചു വരുവാൻ ഒരവസരം നൽകണം. അത് മാത്രമേ പറയുവാനുള്ളൂ.